പാപികൾക്കുള്ള നരകവിധിയിലേക്ക് നമ്മൾ കടന്നു പോയാൽ, ആ എരി നരകത്തിലേക്ക് നമ്മൾ എറിയപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നമ്മൾ സമാധാനം കണ്ടെത്തുവാൻ കഴിയും? അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവത്തോട് നമുക്കൊരു സമാധാനം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എന്താണ് വചനം പറയുന്നു? ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് തൻ്റെ ജീവനെ നൽകി തന്ന മനുഷ്യനായ യേശുക്രിസ്തു. നോക്കുവിന് അവിടെ പൗലോസ്ലീഹ പറയുന്നു മനുഷ്യനായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിനെ ഇവിടെ ഒരു മനുഷ്യനായിട്ട് അവിടെ വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ട് പറയുമ്പോൾ യേശുക്രിസ്തു പൂർണ്ണനായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തീർന്നത് ഈ കാൽവറി ക്രൂശിൽ മരണത്തോടുകൂടി മരിക്കുമ്പോഴാണ്. അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോഴാണ് അവൻ യഥാർത്ഥമായിരിക്കുന്ന മനുഷ്യനായിട്ട് താഴ്ത്തപ്പെട്ടത്. അതേവരെ അവന് ദൈവികത്വം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അവൻ കടലിന്റെ മുകളിൽ തൊട്ട് നടന്നു, അവൻ രോഗികളെ സൗഖ്യപ്പെടുത്തി, ഇങ്ങനെ നിരവധിയായിരിക്കുന്ന അത്ഭുതങ്ങൾ അവനെ മരിച്ചവരെ ഉയർപ്പിച്ചു. അതൊക്കെ തന്നിലുള്ള ദൈവികത്വം പരിശുദ്ധാത്മാവിലാണ് ചെയ്തത്. എന്നാൽ ക്രൂശിൽ അവൻ കിടക്കുമ്പോൾ അവൻ യാതൊരു വിധമായിരിക്കുന്ന ദൈവികത്വവും ഇല്ലാത്തവണ്ണം അവൻ ഒരു മനുഷ്യനായിട്ട് താഴ്ത്തി തന്നത് പാപികളായിരിക്കുന്ന നമ്മളെ ദൈവത്തോട് തുല്യതയിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവത്തോട് നമ്മളെ നിരപ്പിക്കേണ്ടതിന്, വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പാപികളായിരിക്കുന്ന നമ്മുടെ പാപങ്ങളെ ഏറ്റ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുന്നുവെങ്കിൽ അത് വിശ്വസിക്കുന്നവരെ ദൈവത്തോട് നിരപ്പിക്കുവാൻ യേശുക്രിസ്തു മധ്യസ്ഥനായിട്ട് തീർന്നു.